ആലിപ്പറമ്പ് തളി മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഭക്തി നിർഭരമായി നടന്നു. ചത്തല്ലൂർ മുരളീകൃഷ്ണൻ പ്രത്യക്ഷ ഗണപതിയായി. നിറപുത്തരി ആഘോഷവും നടന്നു. അവിടെ നിന്ന് വാങ്ങി വേണം. ഭക്തജനങ്ങളെ, ക്ഷേത്രത്തിൽ നിറവുത്തിരി എല്ലാവരും റെസീറ്റാക്കിയതിനു ശേഷം ക്ഷേത്രത്തിനകത്ത് നിന്നും വാങ്ങി പ്രഭാത ഭക്ഷണത്തിൽ പങ്കെടുത്ത ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വിപുലമായാണ് ആഘോഷിച്ചത്. ചത്തല്ലൂർ മുരളീകൃഷ്ണൻ എന്ന ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ചാണ് ഗജപൂജയും ആനയൂട്ടും നടന്നത്. തളി മഹാദേവ ക്ഷേത്രത്തിലെ പ്രഭാത ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് SJ നളിനി നെടുമ്പട്ടി ആലിപ്പറമ്പ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിൽ നിറവുത്തിരി ചടങ്ങ് ഇപ്പോൾ ക്ഷേത്ര കൗണ്ടറിൽ നിന്നും റെസീറ്റ് വാങ്ങി ക്ഷേത്രത്തിനുള്ളിൽ പോയി ഇന്നത്തെ പ്രഭാത ഭക്ഷണം സ്പോൺസർ ചെയ്യുന്നത് ലീഷ, വർഷ, ഡോക്ടർ നളിനി ആലിപ്പറമ്പ്. ആലിപ്പറമ്പ് ക്ഷേത്ര സമിതിയുടെ തളി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിൽ ആനയൂട്ടും പങ്കെടുത്ത ഗജേന്ദ്രൻ ശ്രീ കുയ്യങ്ങാട്ടിൽ മുരളീകൃഷ്ണൻ ചത്തല്ലൂർ. ചടങ്ങുകൾക്ക് തന്ത്രി നാരായണമംഗലത്ത് ആമയൂർ മനയ്ക്കൽ രാമൻ ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസാദ വിതരണം, പ്രസാദ ഊട്ട് എന്നിവയും ഉണ്ടായി. ക്ഷേത്രത്തിൽ നിറപുത്തരിയും ആഘോഷിച്ചു. ശ്രീ ശിവഭഗവാൻ ആലിപ്പറമ്പ് ക്ഷേത്ര സമിതിയുടെ കീഴിലുള്ള പ്രത്യേകം ക്ഷണിച്ചുകൊള്ളുന്നു. കൗണ്ടറുമായി ബന്ധപ്പെടുക പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. നടന്നുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രഭാത ഭക്ഷണം സ്പോൺസർ ചെയ്തത് കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ രാമായണ പാരായണവും ഭഗവത് സേവയും നടന്നു വരുന്നുണ്ട്. CCN ചെർപ്പുളശ്ശേരി.